ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിലൂടെ ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ ഡ്രോൺ കടന്നുകയറി. നിയന്ത്രണ രേഖയിലെ പൂഞ്ച് സെക്ടറിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറിയ ഒരു പാകിസ്ഥാൻ ഡ്രോൺ IED, വെടിക്കോപ്പുകൾ, മയക്കുമരുന്ന് എന്നിവയുൾപ്പെടെയുള്ള ഭീകരശേഖരം വർഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിയന്ത്രണ രേഖയിലെ ഖാദി കർമദ പ്രദേശത്താണ് സംഭവം. ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് ഡ്രോൺ കടന്ന് 5 മിനിറ്റിലധികം പ്രദേശത്തിനുള്ളിൽ തുടർന്ന് ചക്കന്ദബാഗ് പ്രദേശത്തെ രംഗൻ നല്ലയ്ക്കും പൂഞ്ച് നദിക്കും സമീപം ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് നിയന്ത്രിക്കുന്ന സ്ഥലത്ത് ഒരു ബാഗ് ഉപേക്ഷിച്ചതായി ഉദ്യോഗസ്ഥർ റിപ്പബ്ലിക്കിനെ അറിയിച്ചിരുന്നു. ഉപേക്ഷിച്ച ബാഗ് പിന്നീട് സൈന്യം സുരക്ഷിതമാക്കി. പൂഞ്ച് മേഖലയിൽ ആസൂത്രിതമായ ഭീകരാക്രമണത്തിന്റെ ഭാഗമാണ് ഈ കണ്ടെത്തലെന്ന് സംശയിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പുതുവത്സരാഘോഷത്തിൽ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി ഇന്റലിജൻസ് വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡ്രോൺ വീണതിനെ തുടർന്ന് കൂടുതൽ ചരക്കുകളുടെയോ കൂട്ടാളികളുടെയോ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും പ്രദേശത്തും പരിസരത്തും വൻതോതിലുള്ള തിരച്ചിൽ നടത്തി. അതേസമയം ഡ്രോൺ ചലനം കണ്ടെത്തിയ ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഖാദി കർമദയിലും സമീപ പ്രദേശങ്ങളിലും ഡ്രോൺ വലിച്ചെറിഞ്ഞ വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ഭൂമിയിൽ തീവ്രവാദ നീക്കങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നതിനായി വിപുലമായ തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഡ്രോൺ താഴെയിട്ട വസ്തുക്കൾ കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഡ്രോൺ പ്രവർത്തനം ഉയർത്തുന്ന ഭീഷണിയുടെ സ്വഭാവം വിലയിരുത്തുന്നതിനായി സുരക്ഷാ ഏജൻസികൾ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെടുത്ത വസ്തുക്കൾ സൂക്ഷ്മമായി പരിശോധിച്ചു. പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി ജമ്മു മേഖലയിലുടനീളം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയായിരുന്നു സംഭവം. തീവ്രവാദ വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. PTI റിപ്പോർട്ട് പ്രകാരം അതിർത്തി പ്രദേശങ്ങളിൽ പൂഞ്ച്, കിഷ്ത്വാർ ജില്ലകളിലെ പർവ്വത പ്രദേശങ്ങളിലും സുരക്ഷാ സേന ചൊവ്വാഴ്ച വളഞ്ഞും തിരച്ചിൽ നടത്തിയിരുന്നു. ദോഡ, കിഷ്ത്വാർ വനമേഖലയിൽ 2 തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കെശ്വാൻ, ഛത്രു താഴ്വരയിൽ തീവ്രവാദികളുടെ നീക്കമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന ഓപ്പറേഷൻ ആരംഭിച്ചു. സംശയിക്കുന്നവരെ കണ്ടെത്താൻ സൈന്യം ഡ്രോണുകളും മറ്റ് വ്യോമ നിരീക്ഷണ ഉപകരണങ്ങളും വിന്യസിച്ചു. മുൻപ് നിരവധി ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മേഖലയിൽ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ 2 ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഓരോ ഗ്രൂപ്പിലും 2-3 പേർ വീതമുണ്ടെന്നും PTI റിപ്പോർട്ട് ചെയ്യുന്നു. പൂഞ്ചിൽ ഇന്ത്യ പാക് അതിർത്തിയിലും സമീപ പ്രദേശങ്ങളിലും ഖനേതർ ടോപ്പിൽ സൈന്യത്തിന്റെ റോമിയോ ഫോഴ്സ് തിരച്ചിൽ നടത്തി. വ്യോമ നിരീക്ഷണത്തിന്റെയും സ്നിഫർ നായ്ക്കളുടെയും സഹായം സൈന്യത്തിന് ലഭിച്ചു. കൂടാതെ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി പഠാൻകോട്ട്, ജമ്മു, ശ്രീനഗർ ദേശീയപാതയിൽ കഥുവ, സാംബ, ജമ്മു, ഉധംപൂർ ജില്ലകളിലെ വാഹന പരിശോധനയും സുരക്ഷാ സേന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.